ഹലോ, നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ തൊണ്ടവേനൊന്നും മാറിയിട്ടില്ല കേട്ടോ, അതുകൊണ്ടായി സൗണ്ട് ഇങ്ങനെ. പക്ഷെ നമുക്ക് തൊണ്ടവേനെന്ന് പറഞ്ഞിരിക്കാൻ പറ്റില്ലല്ലോ, ഓണമൊക്കെ ആയി. അപ്പോൾ അത് എല്ലാവരും ഓണം വന്ന് ആദ്യം പോവുക ഡ്രസ്സ് എടുക്കാനാവില്ലേ. ഞങ്ങളും തന്നെ ഫസ്റ്റ് ഡ്രസ്സ് എടുക്കാനാണ് കേട്ടോ പോണത്. അപ്പോൾ ഞങ്ങളുടെ ശ്രീകൃഷ്ണവർത്തുകാരുടെ സ്വന്തം സഞ്ജുലിക്കാണ് കേട്ടോ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോകുന്നത്. അടിപൊളി ഒരു കട തന്നെയാണ് കേട്ടോ ശ്രീകൃഷ്ണവർത്ത് സഞ്ജു. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞങ്ങൾ പോണത് കുട്ടികൾക്കുള്ള ഡ്രസ്സ് എടുക്കാനാണേ. അപ്പോൾ അവരുടെ സെക്ഷൻ മുകളിലായിരുന്നു, ചോട്ടിലല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിത് ആ മുകളിലൊക്കെ എത്തി. അപ്പോൾ ഞാൻ മണിക്കൂട്ടിന് അധികം ടീഷർട്ടാണ് കേട്ടോ എടുക്കാറുള്ളത്. ഇടാനും ഊരാനും ഏറ്റവും എളുപ്പം ടീഷർട്ട് തന്നെയാണല്ലോ. അപ്പോൾ അവനുള്ള ഡ്രസ്സാണ് കേട്ടോ ആദ്യം നോക്കണത്. മിക്കവാറും ഞാൻ രണ്ടാൾക്ക് ഒരേപോലത്തെ ഡ്രസ്സാണ് അധികം എടുക്കാറുള്ളത്. അതിനുശേഷം ടീഷർട്ട് രണ്ടാൾക്ക് ഒരേപോലത്തെ ടീഷർട്ടൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ പോകുന്നത് പിന്നെ മുണ്ടെടുക്കാൻ കേട്ടോ. മണിക്കൂട്ടിൻ്റെ തെറാപ്പി സെൻ്ററിലൊക്കെ ഇനി ഓണപ്പരിപാടികളൊക്കെ വരുന്നുണ്ട്. അപ്പം മുണ്ട് ഉടുപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മുണ്ടാണ് എടുക്കുന്നത്. അങ്ങനെ രണ്ടാൾക്കുള്ള മുണ്ടൊക്കെ സെലക്ട് ചെയ്തിട്ട് ഞങ്ങൾ പിന്നെ നേരെ പോണത് അമ്മമാർക്ക് എടുക്കാനാണ് കേട്ടോ. ഞാൻ എനിക്കുള്ള ഡ്രസ്സ് ഇപ്പോൾ എടുക്കുന്നില്ല, കാരണം കുട്ടികളുണ്ടാകുമ്പോൾ നമുക്ക് ട്രയൽ നോക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പം ഞാൻ എനിക്കുള്ള ഡ്രസ്സ് പിന്നെ എടുക്കുന്നുള്ളൂ. ഇപ്പോൾ വിനോട്ടൻ്റെ അമ്മയ്ക്കും എൻ്റെ അമ്മയ്ക്കും ഓരോ മാക്സിയും സാരി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോവുകയാണ്. പിന്നെ അപ്പോൾ ആദ്യം പോയത് ഞങ്ങൾ മാക്സി എടുക്കാനാണ് കേട്ടോ. അങ്ങനെ രണ്ടാൾക്ക് ഓരോ മാക്സിയൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് സാരിയുടെ സെക്ഷനിലേക്ക് കേട്ടോ. അപ്പോൾ രണ്ടമ്മമാരും കോട്ടൺ സാരിയാണ് കൊടുക്കുക, അതുകൊണ്ട് തന്നെ അവർക്ക് കോട്ടൺ സാരിയാണ് കേട്ടോ നോക്കണത്. മണിക്കൂട്ടിന് ഇരിക്കാനൊരു സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് അവിടെ തന്നെ. സാരിയൊക്കെ എടുക്കൽ കഴിഞ്ഞ് ഞങ്ങൾ നേരെ തന്നെ ബില്ലടിക്കാൻ പോവാണ് കേട്ടോ. അപ്പം ഞങ്ങൾ കുറച്ച് നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതുകൊണ്ട് വലിയ തിരക്കില്ല, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോരാൻ പറ്റിയിട്ടോ അവിടുന്ന്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നല്ലൊരു ഫാൻസിയൊക്കെ ഉണ്ട് കേട്ടോ. ഡ്രസ്സിന് മാച്ചായ ഓർണമെൻറ്റ്സൊക്കെ വാങ്ങിക്കണമെങ്കിൽ തന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് അതിനുള്ള സൗകര്യമുണ്ട്. ഇപ്പോൾ ഇതാ ഫ്രണ്ടിൽ നല്ലൊരു ആനക്കുട്ടിയൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ.
അപ്പം മണിക്കൂട്ടിനും ഉണ്ണിക്കൂട്ടും കുറേ നേരം അതിനൊക്കെ തൊട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിതാ ബില്ലടിക്കാൻ പോയി. ആ ബില്ലടിക്കണ നേരം കൊണ്ട് ഞങ്ങൾ ഓരോ സെൽഫിയൊക്കെ എടുത്ത് കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രണ്ടിൽ നിന്നിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.